കുട്ടനല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിൽ നടപടി. തൃശൂർ ഒല്ലൂർ ഏരിയ സെക്രട്ടറി കെ.പി. പോൾ, ഡിവൈഎഫ്ഐ നേതാവ് റിക്സൺ പ്രിൻസ് എന്നിവരോട് സിപിഎം ജില്ലാ കമ്മിറ്റി വിശദീകരണം തേടി. 32 കോടി രൂപയുടെ തട്ടിപ്പിൽ കുട്ടനല്ലൂർ സഹകരണ ബാങ്കിനെതിരെ ഇഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തട്ടിപ്പ് നടന്ന കാലത്ത് ബാങ്ക് പ്രസിഡന്റായിരുന്നു റിക്സൺ. കെ അഖിൽ ചേരുന്നു. അഖിൽ, സിപിഎമ്മിൽ നടപടികളുടെ സമയമാണ് എന്ന് തോന്നുന്നു. പത്തനംതിട്ടയിൽ നടപടി, പി കെ ശശിക്കെതിരെ നടപടി. ഇപ്പോൾ ഇതാ ഈ കുട്ടനല്ലൂർ കേസിലും നേതാക്കളോട് വിശദീകരണം തേടിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ധന്യ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് സിപിഎം കടുത്ത നടപടികളിലേക്ക് എല്ലാ സ്ഥലങ്ങളിലും കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ കുട്ടനല്ലൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് നടപടിയിലേക്ക് കടക്കുന്നത്. അതായത് ഒല്ലൂർ ഏരിയ കമ്മിറ്റിയിലേക്കാണ് പ്രധാനമായും നടക്കുന്നത്. ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ AC സെക്രട്ടറി ആയിട്ടുള്ള ഈ കെ.പി. പോൾ, അദ്ദേഹമായിരുന്നു ഈ ബാങ്ക് തട്ടിപ്പ് നടക്കുന്ന കാലത്തും ഇപ്പോഴും ഏരിയ സെക്രട്ടറി ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബാങ്കിന്റെ തട്ടിപ്പ് നടക്കുന്ന കാലത്ത് സെക്രട്ടറി ആയിരുന്ന ഡിവൈഎഫ്ഐയുടെ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള റിക്സൺ പ്രിൻസ് എന്നീ 2 പേർക്കെതിരെ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഈ സെക്രട്ടേറിയറ്റിൽ അത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ കെ.പി. പോളിനെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാനും റിക്സനെ പ്രാഥമിക അംഗത്തിൽ നിന്നും പോലും ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് സിപിഎം ആലോചിക്കുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു തീരുമാനമുണ്ടാവുക എന്തായാലും വ്യാഴാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റിക്ക് ശേഷമായിരിക്കും. ഇന്നലെ എം.വി. ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇത്തരത്തിലൊരു തീരുമാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ 2 പേർക്കെതിരെ നടപടിയായി മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. 32 കോടി രൂപ തട്ടിപ്പാണ്. ഈ സംഭവത്തിൽ ഇഡി അന്വേഷണം അടക്കം നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്തടക്കം തന്നെ ഈ കുട്ടനല്ലൂർ ബാങ്ക് തട്ടിപ്പടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ചീത്തപ്പേര് പാർട്ടിക്ക് ഉണ്ടാക്കി എന്നുള്ള വിലയിരുത്തൽ പൊതുവെ സിപിഎമ്മിനകത്തുണ്ട്. അതിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് സിപിഎം കടക്കുന്നു. പക്ഷേ ഈ ഒല്ലൂർ ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിടുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയാലും അതിശയപ്പെടാനില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വ്യാഴാഴ്ച എന്ന ജില്ലാ കമ്മിറ്റിക്ക് ശേഷം ഇതിലെന്തായാലും പാർട്ടിയുടെ ഒരു ഔദ്യോഗികമായ ഒരു തീരുമാനം, അതായത് നിലവിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, അതായത് 2 പേരെയും പാർട്ടികളുടെ സ്ഥാനങ്ങളിൽ നിന്നും കെ.പി. പോളിനെ ഒഴിവാക്കാനും പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും റിക്സനെ ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് സിപിഎം പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നെയാണ്. ശരി അഖിൽ.